കേരളത്തിലെ പ്രമുഖമായ 2 പത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷം പത്രങ്ങൾ, കേരളത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും എത്തുന്ന 2 പത്രങ്ങളും അതുകൂടാതുള്ള അനുബന്ധ പത്രങ്ങളും, കേരളത്തിലെ മിക്കവാറും എല്ലാ ടെലിവിഷൻ ചാനലുകളും അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ. ഏറ്റവും നെഗറ്റീവായ വാർത്തകൾ കൊണ്ട് അവർ സമ്പന്നമാക്കുകയാണ്. ഇത് ചില ഘട്ടങ്ങളിലെങ്കിലും സത്യം പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് പതർച്ചയുണ്ടാക്കുന്ന ഒരു എതിർ പ്രചരണ രീതിയാണ്. പക്ഷേ ആധുനിക സാങ്കേതികവിദ്യ വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരാൾക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ടതല്ല, അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ നടത്തുന്ന, കേരളത്തിലെ ഇടതുപക്ഷം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടിയാണ്. അപ്പുറത്ത് ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്ത് BJP അധികാരത്തിലേറ്റാൻ അവർ ഒരു കമ്പനിക്ക് കൊട്ടേഷൻ നൽകി, പരസ്യ കമ്പനി പോലൊരു കമ്പനിക്ക് കൊട്ടേഷൻ നൽകി. കനകോലു എന്ന ആളിനെ ഉപയോഗിച്ചിട്ടാണ് BJP തെരഞ്ഞെടുപ്പ് വിജയം കൊയ്തത്. പക്ഷേ BJP അതിന് കൊടുത്ത പണത്തിൻ്റെ ഇരട്ടി കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായപ്പോൾ BJP ആയിട്ട് ഒഴിഞ്ഞു മാറി അടുത്ത കമ്പനി എക്സിക്യൂട്ടീവായിട്ട്, അടുത്ത അഡ്വർടൈസിങ് മാനേജരായിട്ട് കനകോലു കേരളത്തിൽ വന്ന് ചാർജ് എടുക്കുകയാണ്. ഇവിടെ അവർ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റ് സ്റ്റേറ്റുകളിലെ ജനങ്ങളെ പറ്റിച്ചതുപോലെ കേരളത്തിലെ ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. വികസനത്തെ മറയ്ക്കാൻ വേണ്ടി കനകോലു ഇവർക്ക് ഉപദേശിച്ചു കൊടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഇടതുപക്ഷം ഉൾപ്പെടെ കേരളത്തിലെ ആളുകൾ തിരിച്ചറിയേണ്ടുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് കേരളത്തിൽ പാർലമെൻറ്റ് ഇലക്ഷന് UDFന് മേൽക്കൈ വരാൻ കാരണം മൈനോറിറ്റി വോട്ടാണ്. ആ മൈനോറിറ്റി പാർലമെൻറ്റിന് ചെയ്യാൻ കാരണം RSSൻ്റെ അധീനതയിലുള്ള ഗവൺമെൻറ് വരാതിരിക്കാനാണ് രാജ്യത്ത്. ആ മൈനോറിറ്റിയുടെ വോട്ട് നിലനിർത്തണമെങ്കിൽ ദേശീയ രാഷ്ട്രീയം പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് രാഹുൽ ഗാന്ധി ഉപയോഗിച്ച തന്ത്രം അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരിക്കലും ഉപയോഗിച്ചുകൂടാ. ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമാണ് ഇടതുപക്ഷം. ആ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായ ഇടതുപക്ഷത്തെ BJPയുമായിട്ട് കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം ഇവിടെ വന്ന് നടത്തിയ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന KPCC പ്രസിഡൻറ്റ് സണ്ണി വക്കീലിനെയെങ്കിലും അദ്ദേഹം നോക്കണമായിരുന്നു. കാരണം സണ്ണി വക്കീലിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം എടുത്ത നിലപാട് ശ്രീ AK ആന്റണിയുടെ വീട്ടിൽ നിന്നും ശ്രീ കരുണാകരൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ആളിനെ വിട്ടാൽ പോരാ, എൻ്റെ വീട്ടിൽ നിന്ന് ആൾ പോയ ഒക്കത്തില്ലേ എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനെയും പറഞ്ഞ് BJPയിലേക്ക് വിട്ടിട്ടാണ് BJPക്കെതിരായിട്ട് ഇന്ത്യ രാജ്യത്ത് പ്രത്യയശാസ്ത്രപരമായും പ്രയോഗതലത്തിലും ഏറ്റവും വലിയ സമീപനം സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും കൂട്ടിച്ചേർത്ത് പറയാൻ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ച കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമീപനവും കനകോലുവിൻ്റെ തിയറി ഉണ്ടല്ലോ, അവരെടുത്ത് പ്രയോഗിക്കുന്നത് അങ്ങനെയാണിപ്പോൾ. മൈനോറിറ്റിയെ കോൺഗ്രസിൻ്റെ കൂടെ നിർത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമമാണ്. വികസനം എത്ര നടത്തിയാലും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ മറ്റേത് മതിയാകും എന്നൊരു പ്രശ്നമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കിത് തിരിച്ചറിയാൻ പറ്റാതിരിക്കുമോ?